പെസ്റ്റ് കൺട്രോളിന്റെ സ്മെല്ലെല്ലാം പോയിട്ടുണ്ടാവും. ജോർദാർ പോയി തുറക്ക. ചാവി എന്റെ അടുത്ത് ഇല്ലല്ലോ, ഇപ്പൊ എന്താ ചെയ്യാ? അല്ല, ചാവിയില്ലാതെ എങ്ങനെ തുറക്കും? പക്ഷെ ചാവി പൂപ്പട്ടിന്റെ അടുത്തുണ്ടല്ലോ. ഓരോ പ്രശ്നത്തിനുള്ള ചാവി എന്റെ കയ്യിലുണ്ട്, പക്ഷെ ഈ വീടിന്റെ ചാവി എന്റെ കയ്യിലില്ല. എനി ഡൗട്ട്? നിന്റെ കയ്യിൽ എല്ലാ പ്രോബ്ലത്തിന്റെയും ചാവി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അഥവാ ഏതെങ്കിലും ഇതിന് സെറ്റ് ആയാലോ? ഞാൻ വീണ്ടും എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോ? എത്ര തവണയായി പറയുന്നു, ഞാൻ സമ്മതിച്ചില്ലേ? മണ്ടത്തരം പറഞ്ഞു പോയി. ആരാ ഈ വീട് ഈ പൂട്ടിട്ട് പൂട്ടിയത്? അതെ, വേഗം ചാവി ഒന്ന് തിരക്ക്. ഞാൻ ഈ വെയിലിൽ റോസ്റ്റ് ആകുന്നാ തോന്നുന്നേ. എന്നാ വാ, നമുക്ക് ജനൽ വഴി പോകാം. തുറക്കാൻ പറ്റില്ല. അതെന്താ, അത് ജാമായോ? അല്ല, പെസ്റ്റ് കൺട്രോളിന് വേണ്ടി എല്ലാ ജനലുകളും ഉള്ളിൽ നിന്ന് ഞാൻ അടച്ചു. എന്നത് ആദ്യം തന്നെ പറയണ്ടേ? ജീവിതത്തിന്റെ എല്ലാ ജനലുകളും കതവുകളും അടച്ചിരിക്കുമ്പോ അപ്പൊ ഒരു വഴി മാത്രമേ കാണൂ. എന്താ അത്? പൂട്ടിനെ പൊട്ടിക്കണം. എനി ഡൗട്ട്? മാഡം കാല് തല്ലി പൊട്ടിക്കും. മെനിഞ്ഞാന്ന് നമ്മള് പൂട്ട് പൊളിച്ചതാ. ഞാൻ പൂട്ടുണ്ടാക്കുന്നവർക്ക് ഫോൺ ചെയ്യാം. ഹലോ, ഞാൻ ഹണിയാണ് സംസാരിക്കുന്നത്. പൂട്ടും ചാവി ഉണ്ടാക്കണം, ഒന്ന് വീട്ടിലേക്ക് വരാവോ? ശരിയാടാ, ഞാൻ വന്നേക്കാം. എങ്ങനെ കാത്തിരിക്കുന്ന പോലെ വലിയ ശിക്ഷ ഈ ലോകത്തിലില്ല. 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഫോൺ ചെയ്യേ. ഹലോ, നിങ്ങളിത് എവിടെയാ ഉള്ളത്? ഞാനിപ്പോ ബസ് സ്റ്റോപ്പ് വന്നതേ ഉള്ളൂ. പട്നയിൽ നിന്ന് വരികയല്ലേ, 2 ദിവസം ആവും എത്താൻ. കൊച്ചേട്ടാ, 2 ദിവസം ആവും അത്രേ. അവൻ ഇപ്പോഴും പട്ന ബസ് സ്റ്റോപ്പിലാണത്രേ ഉള്ളത്. എടാ മണ്ട, അപ്പൊ 2 ദിവസം ഇവിടെ ഇങ്ങനെ നിക്കണോ? ഇല്ല, കണ്ണൻ ചേട്ടന്റെ വീട്ടിലേക്ക് പോകാമല്ലോ. എനിക്കൊരു ഐഡിയ കിട്ടി. എന്താ? കഴിഞ്ഞ 2 മണിക്കൂർ നമ്മൾ എവിടൊക്കെ പോയോ അവിടൊക്കെ നമുക്ക് തിരിച്ചു പോകാം. അങ്ങനെയാണെങ്കിൽ ചാവി നമുക്ക് കിട്ടും. ഓക്കേ. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങോട്ടാ വന്നത്, അപ്പൊ ചാവി ഇവിടെ കാണും. ഹണി, നിന്റെ കളിയൊക്കെ ഒന്ന് നിർത്തിയിട്ട് അന്വേഷിക്കേ. ഈ വിലങ്ങിന്റെ ചാവി വെച്ച് നമുക്ക് പൂട്ട് തുറക്കാൻ ട്രൈ ചെയ്ത് നോക്കിയാലോ? ഇത് എന്താ നിങ്ങൾ ഈ കാണിക്കുന്നേ? ഞങ്ങള് കീ അന്വേഷിക്കുകയായിരുന്നു. കീ അല്ല, കീബോർഡേ ഉള്ളൂ. ആവശ്യമില്ലാതെ തലച്ചോറ് ഉപയോഗിക്കണമെങ്കിൽ തലച്ചോറ് പൊട്ടിത്തെറിക്കും. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കാതിരുന്ന പോരെ. ഞാൻ എന്താ പറയുന്നത്, അത് മേടിച്ചോണ്ട് പോവും. ആഹാ, നിങ്ങൾ അടിപൊളിയാണല്ലോ. അടിപൊളി തന്നെ, ജെന്റിൽമാൻ ആണ്. പക്ഷെ നിങ്ങള് ഈ ഷോപ്പിന്റെ ഓണർ അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ആരാ? ഞാൻ വിചാരിച്ചതിനേക്കാളും നിങ്ങൾ ക്ലെവർ ആണ് കേട്ടോ. ഞങ്ങള് കീബോർഡ് അല്ല, ഞങ്ങളുടെ വീടിന്റെ കീ ആണ് അന്വേഷിക്കുന്നത്. അതോ, അതെന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടല്ലോ. അത് എനിക്ക് തരൂ. ഞാൻ എന്തിനു തരണം? തനിക്കെന്താ ഭ്രാന്താണോ? ഞങ്ങളുടെ വീടിന്റെ ചാവി ഞങ്ങൾക്ക് തരില്ലെന്നാണോ? എന്ത്, നിങ്ങളുടെ വീടെന്നോ? എന്തൊക്കെയോ സംസാരിക്കുന്നത്? നീ ഒരു വക്കീലാകാമായിരുന്നില്ലേ? ഞാൻ വക്കീൽ തന്നെയായിരുന്നു. കേസൊന്നും കിട്ടാത്ത കാരണം ഞാൻ കട വെച്ചതാ. അവന്റെ സംസാരം നോക്കിയേ, അവന്റെ കയ്യിൽ നിന്ന് ചാവി വാങ്ങിയെടുക്ക്. കിട്ടി, ചാവി കിട്ടി. ഇതല്ല, ഇത് നമ്മുടേതല്ല. നന്നായിട്ട് നോക്ക്, ഇത് ചാവി തന്നെയാ. എല്ലാ ചാവിയും വെച്ച് നമ്മുടെ പൂട്ട് തുറക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ ചാവിയല്ല. എനി ഡൗട്ട്? ഇത് എന്റെ വീട്ടിന്റെ ചാവിയാ. അപ്പൊ എന്തിനാ മറച്ചു വെച്ചത്? എന്റെ വീട്ടിന്റെ ചാവി നിങ്ങൾ മോട്ടിച്ചോണ്ട് പോകാതിരിക്കാൻ ഞാൻ മറച്ചു വെക്കണ്ടേ? എന്തൊക്കെയാ നിങ്ങൾ പറയുന്നേ? നിങ്ങൾ കൊറേ സംസാരിച്ചു കഴിഞ്ഞു, പുറത്തേക്ക് പോ. സോറി കേട്ടോ. ഇവിടെ നമ്മുടെ വീടിന്റെ ചാവി ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ വീടിന്റെ ചാവി എവിടെ പോയി? ഇവിടെ പോണതിന് മുമ്പ് എവിടെ പോയോ അവിടെ തന്നെ ആയിരിക്കും. എനി ഡൗട്ട്? വരൂ, നമുക്ക് ചാവി അന്വേഷിക്കാം.
നന്നായി പോയി. നിങ്ങൾ തന്നെ ഇവിടെ വന്ന് പെട്ടല്ലോ. ഓർമ്മയുണ്ടോ, ഞാനാ പേജു പട്ടേല. നിങ്ങളെല്ലാം ചേർന്ന് എന്നെ ജയിലിൽ അയച്ചില്ലേ? ആ ഓർമ്മ വന്നു. ശരി, നീ എപ്പോഴാ പുറത്തിറങ്ങിയത്? ജയിലിൽ നിന്ന് നന്നായിട്ട് അഴി എണ്ണിയോ? നിങ്ങളെ വേണ്ടാത്ത സംസാരിക്കാ. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പ്രതികാരം ചെയ്യാൻ വന്നിരിക്കുക. തീർച്ചയായും ഞാൻ എന്റെ പ്രതികാരം തീർക്കുന്നവരെ നിങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല. അല്ല ചേട്ടാ, നിങ്ങള് ബോസ് അല്ല, തോസും അല്ല, റൗഡി അല്ല, ആശാനല്ല. മനസ്സിലായോ? എന്തൊക്കെ കോപ്രായടാ പറഞ്ഞു കൂട്ടുന്നേ? എനിക്കറിയാടാ, ഞാനാ എല്ലാവർക്കും ബോസ്. നിങ്ങള് ബോസ് അല്ല, ഞങ്ങളുടെ ചേട്ടനാണ്. നിങ്ങളാണ് ഞങ്ങൾക്ക് ഹീറോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് ഞാനാ ഇവിടുത്തെ ഹീറോ എന്ന്. എന്താ ചേട്ടാ ഇവന്മാരെ അടിച്ച് സൂപ്പാക്കിയാലോ? ശരി, ഇവന്മാരെ അടിച്ച് ശരിപ്പെടുത്തി എവിടെയെങ്കിലും കൊണ്ടുപോയി കളയ. വെറുതെ നല്ലവർക്കുള്ള നല്ല കാര്യങ്ങളൊക്കെ ദേഷ്യം നശിപ്പിക്കും. Any doubt? ചേട്ടാ, അവന്മാര് നിങ്ങൾക്ക് തന്നെ ക്ലാസ് എടുക്കുന്നോ? എല്ലാരും ഇവിടെ തന്നെ പിടിച്ചു വെക്ക്. നിങ്ങളുടെ അടുത്ത് പ്രതികാരം തീർക്കാതെ ഇന്ന് ഞാൻ നിങ്ങളെ വിടാൻ പോകുന്നില്ല. എല്ലാരെയും പിടിക്ക്. അണി, നീ ചാവി അന്വേഷിക്കേ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. എന്റെ ചാവി ഇത് എവിടെ പോയി അന്വേഷിക്കണമെന്ന് അറിയില്ലല്ലോ. നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണോ? അല്ല, ഞങ്ങളുടെ വീടിന്റെ ചാവി അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. പിന്നെ എന്തിനാണ് വഴക്കുണ്ടാക്കുന്നേ? വെട്ടിയാളെ. കേക്കണം, എല്ലാരും കേക്കണം. ഞങ്ങൾക്ക് ആ ചാവി കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ആശാന്റെ മുഖം ദാ ഇടിച്ച് തുറക്കാൻ പറ്റുന്ന പൂട്ടാക്കി മാറ്റും. പക്ഷെ ചാവി കിട്ടിയാൽ ഞങ്ങൾ പൊയ്ക്കോളാം. എടാ വെട്ടിയാളെ, തിരിച്ചും ജയിലിലേക്ക് പോകാനുള്ള ആഗ്രഹം ഇല്ലെങ്കിൽ ഇവന്മാരുടെ ചാവി കണ്ടുപിടിച്ചു കൊടുക്കടാ. ചേട്ടാ ക്ഷമിക്കണം കേട്ടോ, ഞങ്ങൾ കൊറേ തേടി നിങ്ങളുടെ ചാവി കിട്ടുന്നില്ല. അപ്പൊ ചാവി എവിടെയാ അത് ഉള്ളത്? തന്നെ, ഇതിനു മുമ്പ് പോയ സ്ഥലത്ത്. ചേട്ടാ, ഈ ഐസ്ക്രീം കഴിച്ചിട്ടില്ലേ? ഇത് തൊണ്ടയിൽ ഇങ്ങനെ തണുത്തിറങ്ങും. എവിടെ? ഞങ്ങള് ദുഃഖത്തിരിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ ഐസ്ക്രീം കഴിക്കുന്നതിൽ ഒട്ടും ശരിയല്ല. മനസ്സിലായോ? നിങ്ങളൊരു സുഹൃത്തല്ല. Any doubt? എടാ ചേട്ടാ, നീ വീണ്ടും വന്നോ? ആ, അതുകൊണ്ടാണ് നീ എങ്ങനത്തവനാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ. ചേട്ടാ, എന്താ ചേട്ടാ സംസാരിക്കുന്നേ? ചൊട്ടി ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വന്നു, ഞാനത് കഴിച്ചു. അതെ, ഞാൻ ജിം ജോയിൻ ചെയ്തിട്ടില്ലേ? ഇനി ഞാൻ ഡെയിലി ഐസ്ക്രീം കൊണ്ടുവരും. ശരി ചേട്ടാ, വീണ്ടും എന്തിനാ വന്നേ? ചാവി വാങ്ങിക്കാൻ വന്നതാ. എന്നാ പണി തീർന്നിട്ട് പാർക്കിങ്ങിൽ വെച്ചേക്ക് കേട്ടോ. ഓ, കാറിന്റെ ചാവിയല്ല ആവശ്യം. ശരി, ഇന്നാ വീട്ടിന്റെ ചാവി പണി തീർന്നിട്ട് തിരിച്ചു കൊണ്ട് തന്നേക്ക്. ഓക്കേ? അതെ, നിന്റെ വീട്ടു ജോലി ചെയ്യാനാ ഞങ്ങൾ വന്നത്. ഞങ്ങൾ നിന്റെ ചാവിയല്ല ചോദിച്ചത്, ഞങ്ങളുടെ വീട്ടു ചാവി ചോദിച്ചാ വന്നേ. ഇവിടെ തന്നെ എവിടെയെങ്കിലും കാണണം. ചേട്ടാ, ഇവരെന്നെ വെച്ച് ഞാൻ റോൾ ഉണ്ടാക്കാൻ നോക്കുന്നു. അത് നിർത്തും ചേട്ടാ. ഒന്ന് നിക്ക്, എല്ലാം നിർത്തൂ. അതല്ലേ, ചാവി കിട്ടിയോ? ചേട്ടാ, ഇവിടെ ഒരു ചാവി ഇല്ല. ഒന്ന് അന്വേഷിക്കാൻ അനുവദിക്കേ. നിങ്ങൾ ചാവി നോക്കുന്ന തിരക്കിൽ ഞങ്ങളെ കൊണ്ട് കളയുന്നാ തോന്നുന്നേ. ഞങ്ങൾ ഇപ്പോഴാണ് അടിച്ചു വാരിയത്, ഇവിടെ ഒരു ചാവിയും ഇല്ല. അപ്പൊ ചാവി എവിടെ? വീട്ടിൽ നിന്ന് പുറപ്പെട്ട ആദ്യം ഇവിടെയാ വന്നത്. Any doubt? ഒരുപക്ഷെ നമ്മള് ചാവി വീട്ടിലിട്ടിട്ടാണോ ലോകം മൊത്തം അന്വേഷിക്കുന്നത്? ഇവിടെ എവിടെ ഉണ്ടാവും, അന്വേഷിക്കേ.
അതെ തൂക്കുന്ന നേതാവേ, കൈ കൊണ്ട് ഓരോ ഇലകളൊക്കെ എടുത്ത് നോക്ക്. ഹണി, ഏതെങ്കിലും ഒരു സാധനം നിന്റെ വഴിക്ക് തടസ്സമായി വന്നെങ്കിൽ അതിനെ വഴിയിൽ നിന്ന് മാറ്റി നിർത്തണം. അല്ല, നീ സൈഡിലോട്ട് മാറിപ്പോകണം. എനി ഡൗട്ട്? അതേ കീ ഇല്ല. 2 ദിവസം മുമ്പല്ലേ നമ്മൾ പൂട്ട് പൊട്ടിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മാഡം നന്നായിട്ട് ചൂടാകും, പനിഷ്മെന്റ് തരും, പിന്നെ ഭക്ഷണവും തരില്ല. അത് മാത്രല്ല നല്ല ദേഷ്യം വരികയാണെങ്കിൽ അടിച്ചടിച്ച് ഡോർമാറ്റ് ആക്കി കളയും. ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ഡോർമാറ്റ് ആക്കി കളയും. ഡോർമാറ്റ് അതെ, ഡോർമാറ്റ് ആക്കി കളയും. ഓർമ്മ വന്നു. ചാവി കാണാതെ പോകാതിരിക്കാൻ വേണ്ടി ഞാനാണത് ലോക്ക് ചെയ്തിട്ട് ഡോർമാറ്റിന്റെ അടിയിൽ വെച്ചത്. കൊച്ചേട്ടാ, നിങ്ങളെ കാരണമാണ് ഞാൻ ചാവി ഡോർമാറ്റിന്റെ അടിയിലായിരുന്നു വെച്ചതെന്ന് എനിക്ക് ഓർമ്മ വന്നത്. നിങ്ങളൊരു ഇന്റലിജന്റ് തന്നെയാണ് ചേട്ടാ. എപ്പോഴും ഒരു കഴുത തന്നെ. താങ്ക് യു.